ആരാകണം പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ തീരുമാനം കേരളത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന ആവശ്യത്തിനാണ് കേരളത്തിലെ ചർച്ചകളിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. എന്നാൽ CPI ഉൾപ്പെടെ നൽകുന്ന ചില സൂചനകൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു മാറ്റം വേണം, പുതിയൊരു വ്യക്തി വരണം എന്നത് സംബന്ധിച്ചാണ്. പിണറായി വിജയന് തന്നെയാണ് കൂടുതൽ സാധ്യത. അതേസമയം പിണറായി വിജയൻ ഈ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ KN ബാലഗോപാൽ ആയിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കേരളത്തിലുണ്ടാകും. അതിൽ പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. നമുക്ക് ഒപ്പം ഇപ്പോൾ കിരൺ ബാബു ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. കിരൺ, പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ വലിയ തോൽവി, കേരളത്തിലേറ്റ വലിയ തോൽവി സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. BJP സീറ്റ് നേടിയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ച നടന്നു. അതൊക്കെ ഇന്ന് ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിച്ചു വാർത്താ സമ്മേളനത്തിന് ശേഷം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വേണം എന്നതിൻ്റെ സൂചനകൾ ഉണ്ടോ? അക്കാര്യങ്ങളിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ജനറൽ സെക്രട്ടറി വെക്കുന്നുണ്ടോ? അതോ അന്തിമ തീരുമാനം കേരളത്തിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണോ തരുന്നത്? രേണുക, ജനറൽ സെക്രട്ടറി PBക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അത് കേരളത്തിൽ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. ഇത് വളരെ കൃത്യമാണ്. പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പിണറായി വിജയനായാലും MV ഗോവിന്ദനായാലും വിജയരാഘവനായാലും പിണറായി വിജയൻ ഈ സ്ഥാനത്തില്ല, മാറി നിൽക്കുന്നു എന്നൊരു തീരുമാനം അവരുടെ അറിയിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ ഒരു ചാർജ് പിണറായി വിജയൻ ഇല്ല എന്നുള്ള സൂചനകൾ എവിടെയെങ്കിലും വന്നേനെ. പക്ഷേ അങ്ങനെയല്ല. പിണറായി വിജയൻ കൂടി ഈ താല്പര്യം, പിണറായി വിജയനെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളത് പിണറായി വിജയനോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റാരെങ്കിലും MV ഗോവിന്ദനോ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു താല്പര്യം കൂടി എന്തായാലും അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും PBയിൽ അത്തരം ഒരു നിലപാട് വന്നപ്പോൾ, നേരത്തേക്ക് ആയിരുന്നെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഒരു താല്പര്യത്തിൽ നിലപാട് വന്നു കഴിഞ്ഞാൽ ആ നിലപാട് അപ്പടി അംഗീകരിച്ചു പോകുന്ന ഒരു പതിവായിരുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടെങ്കിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ അഭിപ്രായം കൂടി, സെക്രട്ടേറിയറ്റിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആരാവണം പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ തന്നെ തുടരണോ അതോ മാറി മറ്റാരെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണോ? അത് കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെയും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആ സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ, ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചേരുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പൊതുവായ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴുണ്ടാക്കിയ ധാരണ എന്നാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ. കിരൺ, ഇതിൽ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒറ്റ തിരിഞ്ഞ് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ നൽകേണ്ട സാഹചര്യമില്ല, പാർട്ടി ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന ഒരു വിശദീകരണമാണ് ജനറൽ സെക്രട്ടറി നൽകുന്നത്. അപ്പോൾ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ല എന്ന സൂചനകളാണോ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം നൽകുന്നത്? ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എന്നത് CPIയുടെ ഒരു ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ CPI അതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് അവരുടെ ചില പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായത്. ഉപനേതൃസ്ഥാനം ഉൾപ്പെടെ CPI മുന്നോട്ട് വെക്കുന്നു, അങ്ങനെ ഒരു അവകാശം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ സൂചനയാണ് എന്നൊക്കെ കരുതിയിരുന്നു. അവരുടെ ആഭ്യന്തര ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിനെതിരാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമോ ഉണ്ടാവുക? ഇതിൽ ഏറ്റവും പ്രധാനം, ഒന്നാമത്തേത് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ അല്ലാതെ മറ്റൊരു വാചകം പറയാൻ കഴിയില്ല. കാരണം CPMനെ സംബന്ധിച്ച് അതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ തീരുമാനം എടുക്കുന്ന ഒറ്റയ്ക്കല്ല, അത് കൂട്ടായ തീരുമാനമാണ്. കമ്മിറ്റിയുടേതാണ് തീരുമാനം. പരാജയം ഉണ്ടായാൽ അത് കമ്മിറ്റിയുടെ പരാജയവും, വിജയമുണ്ടായാൽ അത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ആകെ കൂടി ഉണ്ടായ വിജയവുമായിട്ടാണ് വിലയിരുത്തുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ വിജയമായിട്ടോ ഏതെങ്കിലും ഒരിടത്ത് പരാജയം സംഭവിച്ചതിന് പേരിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക അല്ലെങ്കിൽ സെക്രട്ടറിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു പതിവില്ല. പക്ഷേ എങ്ങനെയാണ് പ്രായോഗികമായി നടന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും മുൻകാലങ്ങളുള്ളതിനേക്കാൾ പിണറായി വിജയന് പാർട്ടി പോളിറ്റ് ബ്യൂറോ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വലിയൊരു അപ്രമാദിത്വം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ആ കമ്മിറ്റി പോകാത്ത അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ കാര്യമായി ഉയരാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ഒരു കാരണവശാലും അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. ഇത് പാർട്ടി തീരുമാനമാണെല്ലാം, പാർട്ടി തീരുമാനത്തിലുണ്ടായ വീഴ്ച എന്ന് പറയുന്നത് അത് ആഴത്തിൽ പരിശോധിക്കുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഈ പരാജയം എന്തുകൊണ്ടുണ്ടായതാണ് എന്നുള്ളത് സംഘടനാ തലത്തിലടക്കം ആഴത്തിൽ പരിശോധന ഉണ്ടാവും. എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം വീഴ്ചകളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം ആ വിശദമായ പരിശോധന നടത്തും. അത്
അത് വളരെ കൃത്യമായി തന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. രണ്ടാമത്തെ വിഷയം ഉപനേതാവിൻ്റെ സ്ഥാനമാണ്. ഉപനേതാവ് എന്ന് പറയുന്ന അങ്ങനെ ഉപനേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഔദ്യോഗികമായി കേരള നിയമസഭയിലില്ല. അത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പാർട്ടിയും വി എസ് അച്യുതാനന്ദനും രണ്ട് വഴിക്ക് നിന്ന ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണനെ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു സ്ഥാനം ആദ്യമൊക്കെ എഴുതി ചില മാധ്യമങ്ങളൊക്കെ എഴുതി പിന്നീട് അത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ട് എന്ന് വരുത്തി. കാരണം ഔദ്യോഗികമായി എന്തായാലും ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥാനമില്ല. അന്ന് പിന്നീട് UDF വന്നപ്പോഴും UDFും ലീഗിൻ്റെ നേതൃത്വത്തിന് അങ്ങനെ ഉപനേതൃ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഇപ്പോൾ പിന്നീട് അതിനുശേഷമാണ് നിയമസഭയിൽ അവർക്കൊരു മുറിയൊക്കെ അനുവദിച്ചത്. ഈ മുറി അനുവദിച്ചതിനപ്പുറം ഏതെങ്കിലും പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഉണ്ട്, സ്പീക്കറും ചീഫ് എല്ലാം ഉണ്ട്. പക്ഷേ ഉപനേതൃ സ്ഥാനമില്ല. CPI ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. CPI വളരെ ബുദ്ധിപരമായിട്ടാണ് അങ്ങനെ ആവശ്യം ഉന്നയിച്ചത്. സ്വാഭാവികമായും രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കല്ലേ ഉപനേതൃ സ്ഥാനം കിട്ടേണ്ടത്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുകയും KN ബാലഗോപാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതിർന്ന നേതാവോ ഉപനേതാവായി നിൽക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുക, ആ ഒരു പ്രപ്പോസൽ നടക്കില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറണം എന്നുള്ളതിന് പരോക്ഷമായി തന്നെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഉപനേതൃസ്ഥാനം CPIക്ക് വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും അക്കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുക്കുന്ന ഒരു പതിവ് ഇതുവരെ ഇല്ല എന്നുള്ള നിലപാടിലാണ് CPM ഇപ്പോഴും നിൽക്കുന്നത്. പ്രത്യേകിച്ച് CPIക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വേണ്ട എന്നുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നത് CPM ആണ്. CPMൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാവണം പ്രതിപക്ഷ നേതാവാണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം CPMനാണ്. അതിന് CPIക്കോ ഏതെങ്കിലും ഘടകകക്ഷികൾക്കോ അതിൽ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞ് അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും കഴിയില്ല. അതിനാണ് പരോക്ഷമായി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനമൊക്കെ CPI നടത്തുന്നത്, മറ്റൊരു തരത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അനായാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിനു പകരം ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചർച്ചകൾ, സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ, ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാവും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക. ശരി, R കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് എന്ന കാര്യത്തിലും തീരുമാനം വൈകും. ഇനി കൂടുതൽ കൂടിയാലോചനകൾ കേരളത്തിൽ നടന്നതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.